നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ രേഖാശാസ്ത്രത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേഖാശാസ്ത്രത്തെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ സാറിനോട് തന്നെ ചോദിക്കാം. എല്ലാവരുടെയും സംശയം എന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുള്ളതുമായിട്ട് കരങ്ങളെപ്പറ്റി പറയുമ്പം പല ജാതിയിലുള്ള ഹസ്തരേഖ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഇതിൽ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എത്ര തരം കൈകളുണ്ടെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ നന്നായിരിക്കും. ഇപ്പോൾ ആൾക്കാർ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ജാതി കൈകൾ ഒരുപാട് ജാതി കരങ്ങളുണ്ട്. മൊത്തം രേഖാശാസ്ത്ര പ്രകാരം 7 ജാതി കരങ്ങളുണ്ട്. ആൾക്കാർ ലോകത്ത് എത്ര ജാതി ഉണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ. മാത്രമല്ല, ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളാണ്. കേരളത്തിൽ തന്നെ എത്ര ജാതി ഉണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഒരിക്കൽ ദുബായിൽ വെച്ച് ഒരു പാകിസ്ഥാൻകാരൻ എന്നോട് പറയുകയുണ്ടായി, ഇന്ത്യയിൽ 523 ജാതിയുണ്ട്. ഒരു പാകിസ്ഥാൻ പറയുന്നതാണ്, ഇന്ത്യയിൽ 523 ജാതിക്കാരുണ്ട്. ഞങ്ങളെ രാജ്യത്താവിട്ട് 2 ജാതിക്കാരേ ഉള്ളൂ, സിയായും സുന്നിയും. ഈ 2 പേര് പോലും, 2 ജാതിക്കാരെ പോലും ഐക്യത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. പിന്നെ എങ്ങനെ ഇത്രയും ജാതിക്കാരായ ഉള്ള ഇന്ത്യയിൽ ഐക്യം ഉണ്ടാവും? അവരുടെ ആൾക്കാരുടെ കൺസെപ്റ്റാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ ലോകത്ത് എത്ര ജാതിയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലോകത്തുള്ള എല്ലാ ജനങ്ങളെയും കൂടെ 7 ജാതി കരങ്ങളായിട്ട് ആചാര്യന്മാർ എഴുതി വച്ചിട്ടുണ്ട്. 7 ജാതി കരങ്ങളേ ഉള്ളൂ. എൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ ഏകദേശം 30 വർഷത്തോളം കാലയളവായി ഞാൻ രേഖ നോക്കാൻ തുടങ്ങിയിട്ട്. സ്ഥാപനം ഇട്ടിട്ട് തന്നെ 25 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ എൻ്റെ എക്സ്പീരിയൻസിൽ മഹർഷിവര്യന്മാരായ ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നത് സത്യമാണ്. ഞാനും ഈ 7 ജാതി കരങ്ങളായിട്ട് 7 ജാതി കരങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഓരോ ജാതി കൈക്കുണ്ട് പ്രത്യേകതകൾ. ഓരോ ജാതി കൈക്കുണ്ട് ഓരോ സവിശേഷതകൾ. ഓരോരുത്തരുടെ പ്രവൃത്തിക്കും അവരുടെ പുരോഗതിക്കും അനുസരിച്ചിട്ടാണ് ഓരോ ജാതി കൈയെയും തിരിച്ചിരിക്കണേ. പണ്ട് ജാതികളായി തിരിച്ചിട്ടുണ്ട്: ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. ഇങ്ങനെ ജാതി തിരിച്ചത് അവരവരുടെ ഓരോ കർമ്മഫലങ്ങൾക്കനുസരിച്ച്, അവരുടെ ജോലിക്കനുസരിച്ചിട്ടാണ് ജാതി തിരിച്ചത്. അതേപോലെ തന്നെ രേഖാശാസ്ത്രത്തിലും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് ആ കൈയുടെ ജാതി. ഓരോ ജാതിക്കാർ ഓരോ മേഖലകളിൽ ശോഭിക്കും. ആദ്യം നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഒരു രേഖ പരിശോധിക്കുമ്പോൾ നമ്മൾ രേഖയിലേക്ക് കടക്കുകയാണ്. കൈരേഖയിലേക്ക് കടക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട ചില ജാതി കൈകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആ ആളിൻ്റെ ഫലപ്രവചനം നടത്താൻ ആയിട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം അവരുടെ കൈ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്, ഈ ഒരാളിൻ്റെ ഫലപ്രവചനം നടത്തുമ്പോൾ മറ്റൊരാൾ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് മറ്റൊരാൾ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ, പലരും ഒരാളിൻ്റെ ഫലം അറിയാൻ വേണ്ടി ചിലപ്പോൾ ഒരു ജാഥയായിട്ട് വരും.
നമുക്ക് പലപ്പോഴും ആ വ്യക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഒരു ജ്യോതിഷിക്ക് പറയാൻ പറ്റില്ല. കാരണം മറ്റുള്ളവർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. നമ്മളത് പറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, ഈ ഇരിക്കുന്ന വ്യക്തി അത് എഗ്രി ചെയ്യൂല. മറ്റൊന്ന്, കാരണം ഇവരെയൊക്കെ മുമ്പിൽ വെച്ച് ഞാൻ മോശക്കാരനാവാൻ തയ്യാറല്ല. അപ്പോൾ എന്തു ചെയ്യും? ജ്യോതിഷി പല കാര്യങ്ങളും പറയാതെ വിടും. അതെന്താണ്? അവരറിയണം. കാരണം അവരറിഞ്ഞാൽ മാത്രമേ അവർക്കതിന് പ്രതിവിധി നമുക്ക് നിർദ്ദേശിക്കാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. അതുകൊണ്ടാണ് ഒരാളിൻ്റെ ഫലം പറയുന്ന സമയത്ത് ആ വ്യക്തി മാത്രമേ ഇരിക്കാവൂ. ഇപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയൊക്കെ ഇരിക്കണം. കാരണം അവർക്ക് അത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവൻ്റെ പഠിത്തത്തെക്കുറിച്ച് അറിയണം. അതിന് അച്ഛനും അമ്മയും കൂടി ഇരുന്നാലേ പറ്റുള്ളൂ. അവനെ ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകണം അത് അച്ഛനും അമ്മയ്ക്കും പറഞ്ഞു കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ മക്കളെക്കുറിച്ച് അല്ലാതെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് വരാം. അവർ രണ്ടുപേരും ഒന്നാണ്, ഒരു കുടുംബമാണ്. അപ്പോൾ അങ്ങോട്ടുള്ള നൂതനകൾ രണ്ടുപേരും അറിഞ്ഞാൽ മാത്രമേ അത് പരിഹരിക്കപ്പെടത്തുള്ളൂ. അത് കുടുംബജീവിതത്തിന് ആവശ്യം. ഇല്ലാതെ നമ്മൾ വെളിയിലുള്ള ഒരാളുകളെ വിളിച്ച് നമ്മളെ ഭാവി പ്രവചനം നടത്തുന്ന സമയത്ത് ഇരിക്കുകയാണെങ്കിൽ നാളെ ഒരു സമയത്ത് അവരെ ഏതെങ്കിലും തെറ്റ് എപ്പോഴാണ് ആരാണ് നമുക്ക് എതിരാവുക എന്നറിയാൻ പറ്റില്ല. അപ്പോൾ എതിരാവുന്ന സമയത്ത് പറയും, അന്ന് ജ്യോതിഷി പറഞ്ഞിരുന്നു ഇയാൾ ഇങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ചിലർക്ക് ബഹുഭാര്യത്വം ഫലം കയ്യിൽ എഴുതി വച്ചിരിക്കും. ചില സ്ത്രീകളുടെ കയ്യിൽ എഴുതി വച്ചിരിക്കും. അവർക്ക് പ്രണയവും അതുപോലെ ചില ബന്ധങ്ങൾക്കും ഒക്കെ ഇടവരും. ഇതിങ്ങനെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അവർ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ പറയും, ഇന്ന ദോഷങ്ങളായിട്ട് കിടക്കുകയാണ് ഇന്ന രേഖ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് അത്തരം വഴിയിലേക്ക് ചിന്തിക്കാതെ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരാറിലാവും. എല്ലാ ആൾ കൂടിയിരിക്കുന്ന സമയത്താണ് നമ്മൾ പറയുകയാണ്, നിങ്ങൾക്കിങ്ങനെ ഒരു പ്രണയബന്ധം ഉണ്ടായിരുന്നു, അത് പൊളിഞ്ഞു പോയി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ്, അയ്യോ എനിക്കങ്ങനെയൊന്നുമില്ല, എന്നെപ്പോലെ ഡീസൻ്റായിട്ട് ആരുമില്ല, പിന്നെ ഈ പറയുന്നത് മൊത്തം കള്ളമാണ്. അതുകൊണ്ട് ഭാവി പ്രവചനം നടത്തുമ്പോൾ അത് ഒരാളിൻ്റെ പ്രസൻസിലായിരിക്കണം, അവർ മാത്രമായിരിക്കണം ഇരുന്ന് ഭാവി പ്രവചനം. അല്ലെങ്കിൽ ഒരു കുടുംബം മാത്രമല്ലാതെ മൂന്നാമതായി ഒരാളിരിക്കല, മൂന്നാമത്തെ ഒരാൾ പാടില്ല. മറ്റൊന്ന്, വെളിച്ചമുള്ളയിടത്ത് വച്ച് രേഖ നോക്കണം. നല്ല പ്രകാശം വേണം. കാരണം ഈ നമ്മൾ ലെൻസ് ഉപയോഗിച്ചാൽ പോലും മൈന്യൂട്ട് രേഖകളുണ്ട്. പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോകുന്നതുമായിട്ട് രേഖകളുണ്ട്. നമ്മൾ രേഖ പരിശോധിക്കുമ്പോൾ സാധാരണയായിട്ട് കാണുന്ന എന്താണ്? 2-3 വലിയ രേഖകൾ കിടപ്പുണ്ട്. ആയുസ് രേഖ, അല്ലെങ്കിൽ ഭാഗ്യരേഖ, ശിരോരേഖ, അല്ലെങ്കിൽ ബുദ്ധിരേഖ. ഇങ്ങനെ 2 ബുദ്ധിരേഖ, ഹൃദയരേഖ, ഇങ്ങനെ 2-4 രേഖകൾ നല്ല കയ്യിൽ തെളിഞ്ഞു കിടക്കും. ഇതൊന്നുമല്ല, ഇതൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും അല്ലാതെ അപ്രതീക്ഷിതമായി അപ്പോഴുള്ള ഫലത്തെ സൂചിപ്പിക്കുന്ന രേഖകൾ വരും. നിനക്കിതാ വിപത്ത് വരാൻ പോവുകയാണ്, നിനക്കിതാ നല്ലത് വരാൻ പോവുകയാണ്, നിനക്ക് നല്ല സമയമാണ്, നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കൊള്ളുക. ഇതൊക്കെ നമ്മളെ കയ്യിലൂടെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും ദൈവം. അപ്പോൾ വിധിപിതാവ്, നമ്മളെ സൃഷ്ടികർത്താവായ ഈശ്വരൻ അപ്പോൾ നമ്മളെ സൃഷ്ടി ചെയ്ത മാത്രമല്ല നമ്മളെ മോണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നറിയുക. അപ്പോൾ നമുക്ക് അപ്പോഴെപ്പോഴും തന്നെ ഓരോന്ന് കാണിച്ചു തരും. ഇതറിയണമെങ്കിൽ വെളിച്ചമുള്ളയിടത്ത് വെച്ച്, നല്ല പ്രകാശത്തിൽ വെച്ച്. അതുകൊണ്ടാണ് ഫോക്കസ് ലാമ്പൊക്കെ ഉപയോഗിക്കണേ. നല്ല വെട്ടമുള്ള മുറി, അവിടെ ഫോക്കസ് ലാമ്പ് ഉപയോഗിക്കും. അതുപോലെ നമ്മൾ ശരിക്ക് ലെൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൺസൾട്ട് ചെയ്യണേ. അപ്പോൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ആൾ, സ്ഥലം, അതുപോലെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി നോക്കിയാൽ മാത്രമേ നമുക്കൊരാളിൻ്റെ ഭാവി പ്രവചനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടെ വേറൊരാൾ പാടില്ല, വെട്ടമുള്ളിടത്ത് വെച്ചായിരിക്കണം. അതൊരു പരസ്യമായിട്ട് ഭാവി പ്രവചനം നടത്തരുത്. ഇപ്പോൾ ഞാൻ തന്നെ പല വേദികളിലും നമ്മളെ ഗസ്റ്റായിട്ടും ചീഫ് ഗസ്റ്റായിട്ടും ഒക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ വേദിയിലിരിക്കുമ്പം തന്നെ ചിലർ ഞാൻ ജയനാരായണജിയെ കാണണമെന്ന് കുറേ കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്.
എൻ്റെ കയ്യിൽ ഒന്ന് ഈ ഒരു രേഖ എന്താണെന്ന് ഒന്ന് പറയൂ എന്ന് വെച്ചിട്ട് ആളുടെ കൈ നീട്ടും. എല്ലാവർക്കും വ്യാകുലതയുണ്ട്. എത്ര വിശ്വാസമില്ലെന്ന് പറയുന്നവരും അവരുടെ ഭാവി അറിയാൻ വേണ്ടി അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ മേഖലയിലിരിക്കുന്നവർക്കും അവരെ മേഖല ഭംഗിയായി പോകുമോ, നാളെ എന്ത് എന്നറിയാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മോശക്കാരനായിത്തീരും. നമുക്ക് വ്യക്തമായിട്ട് ഒരാളിനെ നോക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഭാവി പ്രവചനം നടത്തരുത്. കാരണം നമുക്ക് ഒരു സ്ഥലം കിട്ടണം, നമുക്കൊരു സേഫായിട്ടുള്ള ഒരു ഇടം വേണം. അതായത് ആകിലും മറ്റൊരാളിൻ്റെ പ്രസൻസ് ഇല്ലാത്ത ഒരു മുറിയിലായിരിക്കണം നമുക്കിത് നോക്കേണ്ട, പരസ്യമായിട്ടല്ല. അപ്പോൾ ഇതൊക്കെ രേഖ നോക്കുന്നതിന് മുമ്പുള്ള പ്രത്യേകത. അപ്പോൾ രേഖ നോക്കുമ്പോൾ ജാതി കൈകൾ ഉണ്ട്. ആ ജാതി കൈകളെക്കുറിച്ച് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാം. ഹസ്തരേഖയെ കുറിച്ച് അറിയാനെ കൊണ്ട് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു എന്താ പറയുന്നത് ജിജ്ഞാസ, അതിന് പ്രകാരം എത്ര തരം കൈകളുണ്ടെന്ന് ഏകദേശം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾക്ക് സാർ എല്ലാ ലൈവ് പ്രോഗ്രാമിലും അല്ലാതെ ആയാലും പറയുന്നുണ്ട്, സാറിന് നേരിട്ട് ഇപ്പം നിങ്ങളുടെ ഹസ്തരേഖ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേഖല ഏതാണെന്നും നിങ്ങളുടെ കൈ ഏത് ടൈപ്പിലുള്ള കൈയാണെന്നും എങ്ങനെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ, അത് ജനനതീയതിയോ ജനനസമയം അറിയണമെന്നൊന്നുമില്ല, നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണെങ്കിൽ സാറിന് നേരിട്ട് കാണുന്നതിനുള്ള കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഇതിന് നമ്മളുടെ ഇതിൽ തന്നെ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനാണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും അത് വിശദമായിട്ട് നമ്മൾ എങ്ങനെയാണ് അതിന് ബുക്കിംഗ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ സാറിന് വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ടായിട്ട് ദുബായിലെ കരാമയിലും പൂജാസ് എന്ന് പറയുന്ന നമ്മുടെ ഓഫീസുണ്ട്. അവിടെയും സാറിൻ്റെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അതിലേക്ക് ബുക്ക് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പം അടുത്ത ഒരു എപ്പിസോഡ് വരുന്നത് വരെയും എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.